പ്രൈസ് ലോർഡ്. ബൈബിൾ നോളജ് ചാനലിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഞാൻ ചെയ്യുന്ന പ്രോഗ്രാം ഒരു വ്യക്തി പഠനമാണ്. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തി പൗലോസാണ്. ജാതികളുടെ വലിയ അപ്പോസ്തലൻ എന്ന പേരിലാണ് പൗലോസ് അറിയപ്പെട്ടത്. പുതിയ നിയമത്തിൽ പൗലോസിന് 2 പേരുകൾ കാണുന്നു. ശൗൽ എബ്രായ നാമവും പൗലോസ് റോമൻ നാമവുമാണ്. പൗലോസ് എന്ന പേരിനർത്ഥം ചെറിയത് എന്നാണ്. റോമാലേഖനം മുതൽ ഫിലമോൻ്റെ ലേഖനം വരെയും എബ്രായ ലേഖനവും ഇങ്ങനെ 14 ലേഖനങ്ങൾ പൗലോസ് എഴുതിയതായി കണക്കാക്കുന്നു. AD 1-ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭത്തിൽ റോമൻ പൗരനായി ഗ്രീക്ക് നഗരമായ കിലിക്കിയയിലെ തർസോസിൽ പൗലോസ് ജനിച്ചു. ന്യായപ്രമാണപ്രകാരം 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ ഇസ്രായേൽ ജാതിക്കാരനാണ് പൗലോസ് ഗ്രീക്ക് നഗരത്തിൽ യവനന്മാരുടെ ഇടയിലാണ് ജനിച്ചതെങ്കിലും തികച്ചും യഹൂദനായാണ് വളർത്തപ്പെട്ടത്. പൗലോസിൻ്റെ പിതാവ് ബെന്യാമിൻ ഗോത്രക്കാരനും എബ്രായ വിശ്വാസത്തെ സംബന്ധിച്ച് പരീശനുമായിരുന്നു. അതിനാൽ താൻ എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായനെന്ന് തന്നെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പൗലോസ് തൻ്റെ പ്രാഥമിക പഠനം പൂർത്തിയാക്കിയത് റോമൻ നഗരത്തിലാണ്. എന്നാൽ തൻ്റെ ഉപരിപഠനത്തിനായി തൻ്റെ 13-ാം വയസ്സിൽ യെരുശലേമിലേക്ക് പോയി. പൗലോസ് തൻ്റെ ഉപരിപഠനം പൂർത്തിയാക്കുന്നത് ഗമാലിയേൽ എന്ന പണ്ഡിതനും ജ്ഞാനിയും രാജതന്ത്രജ്ഞനുമായ ഒരു പരീക്ഷാ നേതാവിൻ്റെ കീഴിൽ ആയിരുന്നു. പൗലോസിൻ്റെ മാനസാന്തരത്തിന് ഇടയായ ഒരു സംഭവമാണ് ഇനി വിവരിക്കുന്നത്. യേശുവിൻ്റെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരുടെ സാക്ഷ്യത്താലും അവരിലൂടെ നടന്നു വന്ന അത്ഭുതങ്ങളും സഭ ദിവസേന വളരുവാനിടയായി. അതോടൊപ്പം ശിഷ്യന്മാരുടെ എണ്ണവും വർദ്ധിച്ചു. സഭയുടെ കാര്യമായ പ്രവർത്തനത്തിനായി ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ തിരഞ്ഞെടുത്തു. ഇവരിൽ ഒരാളായിരുന്നു സ്തെഫാനോസ്. ദൈവകൃപയും ശക്തിയും നിറഞ്ഞ് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്തെഫാനോസിനെ യഹൂദന്മാർ ബന്ധിച്ച് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പാകെ വിചാരണ നടത്തി. ഒടുവിൽ സ്തെഫാനോസിനെ കൊല്ലുമ്പോഴും അടുത്തുണ്ടായിരുന്നത് ശൗലായിരുന്നു. മാത്രമല്ല, കൊലപാതകന്മാരുടെ വസ്ത്രം ശൗലാണ് സൂക്ഷിച്ചത്. ഈ പുതിയ മതക്കാരെ ഇല്ലാതാക്കുവാൻ അന്ന് തീരുമാനമെടുത്തു. സ്തെഫാനോസിൻ്റെ മരണശേഷം വിശ്വാസികൾ ഭയന്ന് പല ഭാഗത്തേക്കും ചിതറിപ്പോയവരെ മറ്റു വിശ്വാസികളെ ഉപദ്രവിക്കുവാൻ ശൗൽ തുടങ്ങി. യെരുശലേമിൽ നിന്ന് വളരെ അകലെ സിറിയൻ തലസ്ഥാനമായ ദമസ്കസിലുള്ള ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്ത് യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ ദമസ്കോസ് നഗരാധിപതിക്കുള്ള കത്ത്, അതായത് അധികാരപത്രവുമായി ശൗൽ പുറപ്പെട്ടു. ദമസ്കോസിൽ ശൗൽ പ്രവേശിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വലിയ വെളിച്ചം തൻ്റെ ചുറ്റും മിന്നുകയും ഉടൻ തന്നെ ശൗൽ നിലത്ത് വീഴുകയും ചെയ്തു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. പൗലോസിനോടൊപ്പം പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടു എങ്കിലും ആരെയും കാണാതെ സ്തംഭിച്ചുപോയി. ശൗൽ നിലത്ത് നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നപ്പോൾ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്നവർ കൈക്കു പിടിച്ച് ദമസ്കോസിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ശൗൽ 3 ദിവസം കണ്ണു കാണാതെയും ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും ഇരുന്നു. അനന്യാസ് ശൗലിൻ്റെ മേൽ കൈവച്ചപ്പോൾ കാഴ്ച പ്രാപിക്കുകയും പരിശുദ്ധാത്മ പൂർണ്ണനാവുകയും ചെയ്തു. ഉടൻ തന്നെ ശൗലിൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീഴുകയും കാഴ്ച പ്രാപിച്ചു. പെട്ടെന്ന് ശൗൽ എഴുന്നേറ്റ് സ്നാനമേറ്റു, ആഹാരം കഴിച്ചു, ബലം പ്രാപിച്ചു. മനസാന്തരപ്പെട്ട ശൗൽ ദമസ്കോസിൽ യഹൂദ സിനഗോഗുകളിലും മറ്റു പൊതുസ്ഥലങ്ങളിലും യേശു രക്ഷകനെന്നും മശിഹ എന്നും സാക്ഷീകരിച്ചു. ദമസ്കോസിലെ യഹൂദന്മാർ ശൗലിനെ കൊല്ലുവാൻ ശ്രമിച്ചു. അവിടുത്തെ സഹോദരന്മാർ ശൗലിനെ ഒരു കൊട്ടയിലാക്കി മതിൽ വഴി ഇറക്കിവിട്ട് രക്ഷിച്ചു. പൗലോസ് അറബിയയിൽ 3 വർഷം പാർത്തു. ശേഷം യെരുശലേമിലേക്ക് തിരിച്ചു വരികയും 2 ആഴ്ച പത്രോസിനോടും യേശുവിൻ്റെ സഹോദരനായ യാക്കോബിനോടും കൂടെ പാർത്ത ശേഷം ബർന്നവാസ് ശൗലിനെ മറ്റ് അപ്പോസ്തലന്മാർക്ക് പരിചയപ്പെടുത്തുകയും തുടർന്ന് ശൗലും ബർന്നവാസും യെരുശലേം പള്ളികളിലും പൊതുസ്ഥലങ്ങളിലും യേശു ദൈവപുത്രനെന്ന് സാക്ഷീകരിച്ചു. യഹൂദന്മാരുടെ എതിർപ്പ് വളരെ ശക്തമായപ്പോൾ മറ്റ് അപ്പോസ്തലന്മാർ പൗലോസിനെ കൈസറിലേക്കും തർസോസിലേക്കും അയച്ചു. തർസോസിലെത്തിയ പൗലോസ് റോമിലെ യവനന്മാരോട് സുവിശേഷം അറിയിക്കുകയും
ധാരാളം പേർ മാനസാന്തരപ്പെടുകയും ചെയ്തു. ബർന്നബാസും ശൗലും അന്ത്യോക്യയിൽ 1 വർഷത്തോളം ഒരുമിച്ച് ശുശ്രൂഷിച്ചു. അന്ത്യോക്യയിൽ വെച്ചാണ് ക്രിസ്തുവിൻ്റെ അനുയായികൾക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ലഭിക്കുന്നത്. മറ്റൊരു സന്ദർഭത്തിൽ അന്ത്യോക്യയിൽ നിന്നുള്ള ധനസഹായം യെരുശലേമിലെ സഭകൾക്ക് കൊടുത്തയച്ചത് പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും പക്കലാണ്. ബർന്നബാസും പൗലോസും സുവിശേഷ ഘോഷണത്തിന് കൊള്ളാവുന്നവരാണെന്ന് അപ്പോസ്തലന്മാർക്കും സഭയ്ക്കും ബോധ്യമായപ്പോൾ അന്ത്യോക്യ സഭയിലെ പ്രവാചകന്മാരിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയും ഇരുവരെ കർത്താവ് അവരെ വിളിച്ചാക്കിയ വേലയ്ക്ക് അയക്കേണ്ടതിന് അപ്പോസ്തലന്മാർ അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചാക്കി. പൗലോസിൻ്റെ 1-ാം മിഷണറി യാത്രയിൽ ബർന്നബാസ്, മർക്കോസ് എന്ന യോഹന്നാൻ ഇവർ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു. ശൗലും ബർന്നബാസും പാവോസിൽ നിന്നും പെർഗയിലെത്തി. അവിടെ വെച്ച് ശൗൽ എന്ന എബ്രായ പേരിനു പകരം പൗലോസ് എന്ന ഗ്രീക്ക് പേര് സ്വീകരിച്ചു. പൗലോസ് അന്ത്യോക്യ, ഇക്കോന്യ, ലുസ്ത്ര എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് സുവിശേഷം അറിയിക്കുകയും ലുസ്ത്രയിൽ വച്ച് വളരെ പീഡനങ്ങൾ അനുഭവിക്കുകയുണ്ടായി. ലുസ്ത്രയിൽ വെച്ച് കല്ലേറുകൊണ്ടു മരണാവസ്ഥയിലാവുകയും അവിടെ വെച്ച് തിമോത്തിയോസ് പൗലോസിനെ ആദ്യമായി കണ്ടുമുട്ടുന്നതിന് കാരണമായി. ഗലാത്യ സഭകളായ അന്ത്യോക്യ, ഇക്കോന്യ, ലുസ്ത്ര, ദർമ എന്നീ സഭകളിൽ തൻ്റെ മടക്കയാത്രയിൽ സന്ദർശിച്ചിരുന്നു. എന്നാൽ കുപ്രോസിൽ മാത്രം തൻ്റെ മടക്കയാത്രയെ സന്ദർശിച്ചിരുന്നില്ല. പൗലോസിൻ്റെ 2-ാം മിഷണറി യാത്രയിൽ ഷീലാസിനെ സഹയാത്രികനാക്കുകയും ലുസ്ത്രയിൽ നിന്ന് തിമോത്തിയോസിനെ തന്നോടുകൂടെ കൂട്ടുകയുമുണ്ടായി. ഇവർ പ്രധാനമായി സുവിശേഷ ഘോഷണം നടത്തിയ സ്ഥലങ്ങൾ അന്ത്യോക്യ, ത്രോവാസ്, നവോപ്പൊലി, ഫിലിപ്പിയ, തെസ്സലോനിക്ക, ബെറോവ, അഥേന, കൊരിന്ത്യ, മക്കോദോന്യ തുടങ്ങിയവയാണ്. പൗലോസ് ഫിലിപ്പിയിൽ വച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. പൗലോസ് അനുഭവിച്ച കഷ്ടപ്പാടിൻ്റെ ചെറുവിവരണം കൊരിന്ത്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി, യഹൂദന്മാരാൽ ഒന്നുകുറയെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ ലുസ്രയിൽ വച്ച് കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു, നദികളാലുള്ള ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളിപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നിവ കൂടാതെ ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്ക് എന്നിവ അഹായയുടെ തലസ്ഥാനമായ കൊരിന്ത്യയിൽ വച്ച് അക്വിലാസ്, പ്രിസ്കില്ല എന്നീ ക്രിസ്തീയ പ്രവർത്തകരെ പരിചയപ്പെടുകയും ഏതാണ്ട് 1.5 വർഷം കൊരിന്ത്യയിൽ പാർക്കുകയും ചെയ്തു. പൗലോസ് കൊരിന്ത്യയിൽ വച്ചാണ് തെസ്സലോനിക്ക ലേഖനം എഴുതിയത് എന്ന് കരുതപ്പെടുന്നു. മാത്രമല്ല, കൊരിന്ത്യയിൽ പൗലോസിന് പീഡനമുണ്ടായപ്പോൾ പൗലോസും അക്വിലാസും പ്രിസ്കില്ലയും എഫെസോസിലേക്ക് യാത്ര ചെയ്ത് കൈസരിയിലെത്തി. പൗലോസ് എഫെസോസിൽ പാർക്കുന്ന സമയത്ത് പള്ളികളിലും തുറന്നാസിൻ്റെ പഠനശാലയിലും വേദപഠനം നടത്തുകയും ഈ സമയത്ത് ഇതിൻ്റെ സമീപ പ്രദേശത്ത് സഭകൾ ഉടലെടുക്കുകയും ഉണ്ടായി. ഈ സമയങ്ങളിൽ പൗലോസ് മക്കോദോന്യ സഭകളെ വീണ്ടും സന്ദർശിക്കുകയും ഇവിടെ നിന്ന് ഇല്ലൂരിലേക്കും കൊരിന്ത്യയിലേക്കും പോയി. മക്കോദോനിയയിൽ നിന്ന് കൊരിന്ത്യ ലേഖനവും കൊരിന്ത്യയിൽ നിന്ന് റോമാ ലേഖനവും എഴുതിയതായി കണക്കാക്കപ്പെടുന്നു. പൗലോസ് കൈസരിയിലെത്തുകയും ഫിലിപ്പോസിൻ്റെ വീട്ടിൽ കുറച്ചുനാൾ പാർക്കുമ്പോൾ യഹൂദിൽ നിന്ന് വന്ന പ്രവാചകനായ അഗബോസ് പൗലോസിൻ്റെ അരക്കച്ചയെടുത്ത് തൻ്റെ കൈകാലുകളെ കെട്ടി. ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് തനിക്ക് സംഭവിക്കുവാനിരിക്കുന്നത് അറിയിക്കുകയുണ്ടായി. പൗലോസ് യെരുശലേമിലെത്തിയപ്പോൾ യഹൂദന്മാർ ജനങ്ങളെ പൗലോസിനെതിരായി ഇളക്കി. എന്നാൽ സഹസ്രാധിപൻ പൗലോസിന് ജീവാപായം വരാതിരിക്കുവാൻ ബന്ധിച്ച് കൈസരിയിലെ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിലും ഫെലിക്സിൻ്റെ മുമ്പിലും നിർത്തി വിസ്തരിക്കുകയുണ്ടായി. തന്നെ യഹൂദന്മാർ വധിക്കാനുള്ള തന്ത്രം മനസ്സിലാക്കി താൻ റോമാ പൗരനാകൊണ്ട് കൈസരെ അഭയം ചൊല്ലി.
അഗ്രിപ്പ രണ്ടാമൻ്റെ താൽപ്പര്യപ്രകാരം തൻ്റെ മുമ്പിലും പൗലോസിനെ വിസ്തരിച്ചു. ഏകദേശം 2 വർഷത്തോളം തടവിലാക്കപ്പെടുകയും ചെയ്തു. ലൂക്കോസ്, എരിസർക്കോസ് എന്നിവരോട് കൂടി യൂലിയാസ് എന്ന ശതാധിപൻ്റെ മേൽനോട്ടത്തിൽ പൗലോസ് റോമയിലേക്ക് ബന്ധനസ്ഥനായി യാത്ര ചെയ്തു. യാത്രയിൽ ശതാധിപൻ്റെ ദയ ഉള്ളതിനാൽ സീദോനിൽ ഇറങ്ങുവാൻ കഴിഞ്ഞു. പിന്നീട് കപ്പൽ ഛേദത്തിലാവുകയും വീണ്ടും റോമയിലേക്കുള്ള കപ്പലിലേക്ക് യാത്ര തിരിച്ചു. ഈശാനുമൂലൻ എന്ന കാറ്റ് കപ്പലിനെതിരായി അടിച്ചു. കപ്പൽ മുങ്ങി നശിക്കുകയും ഇതിൽ യാത്ര ചെയ്തവരുടെ ജീവൻ മാത്രം തിരികെ ലഭിക്കുകയും ചെയ്തു. തുടർന്ന് പൗലോസും കൂടെയുണ്ടായിരുന്നവരും മെലീത്ത ദ്വീപിലെത്തുകയും 3 ദിവസം അവിടെ പാർക്കുകയുണ്ടായി. പൗലോസ് റോമിലെത്തുകയും പടയാളികളുടെ കാവലോടെ വാടക വീട്ടിൽ 2 വർഷം താമസിച്ചു. റോമിലെ 2 വർഷത്തെ കാരാഗൃഹ ജീവിത കാലയളവിലാണ് കാരാഗൃഹ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന ഫിലമോൻ, കൊലോസിയർ, എഫീസർ, ഫിലിപ്പിയർ എന്നിവ എഴുതുന്നത്. 2 വർഷം കഴിഞ്ഞപ്പോൾ പൗലോസ് റോമിലെ കാരാഗൃഹ മോചിതനായി. AD 63 എഫെസോസിലെത്തുകയും മക്കോദോനിയയിൽ നിന്നും തിമോത്തിയോസിനെ പൗലോസ് വിളിച്ചു വരുത്തി എഫെസോസ് സഭയുടെ ശുശ്രൂഷനായി ചുമതലപ്പെടുത്തി. തീത്തോസിനെ ക്രേത്ത സുവിശേഷ വേലയിൽ നിയോഗിക്കുകയും ചെയ്തു. ശീതകാലം കഴിയും വരെ പൗലോസ് നിക്കോപ്പൊലിസിൽ ചിലവഴിച്ചു. AD 66 67 പ്രാരംഭത്തിലോ ന്യൂറോ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം പൗലോസിൻ്റെ തല ഛേദിച്ചു. പൗലോസിൻ്റെ ജീവിതം നമുക്ക് നല്ലൊരു മാതൃകയാണ്. തൻ്റെ വാക്കുകൾ പോലെ പ്രവൃത്തിയിലും ചെയ്തു കാണിച്ച ഒരു അപ്പോസ്തലനാണ് പൗലോസ്. പൗലോസ് തൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നല്ല പോർ പൊരുതി, ഓട്ടം തിരിച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ സ്വർഗീയനാഥൻ്റെ ശ്രേഷ്ഠ വിളി കേട്ട് ഇറങ്ങിയവരായ നാം ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടനഷ്ട പ്രയാസങ്ങൾ നേരിട്ടാലും അവയിൽ പതറി ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോകാതെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിൽ എടുക്കപ്പെടാൻ യോഗ്യതയുള്ള മണവാട്ടിയായി വിശ്വാസത്തിൽ മുന്നേറി നീതിയുടെ കിരീടം പ്രാപിക്കുവാൻ യോഗ്യന്മാരായിരിക്കാം. അതിനായി കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.